Hi students, welcome to Beauty of Max. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, എന്താണ് ലീനിയർ ഇക്വേഷൻസ്, എന്താണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ അല്ലെങ്കിൽ ലീനിയർ സിസ്റ്റം എന്താണ്. ഈ രണ്ട് ടേമുകളും വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതിൻ്റെ ഡെഫിനിഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. കാര്യം, ഒരു ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ അത് ലീനിയർ ഇക്വേഷൻ ആണോ അല്ലെങ്കിൽ ഒരു സിസ്റ്റം കണ്ടു കഴിഞ്ഞാൽ അത് ലീനിയർ സിസ്റ്റമാണോ എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പഠിച്ചിരിക്കണം. ഓക്കെ, അതാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. അന്നേരം ആദ്യം നമുക്ക് എന്താണ് ലീനിയർ ഇക്വേഷൻ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഡെഫിനിഷൻ: എ ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾസ് x1 and x2 can be expressed as a1 x1 plus a2 x2 equal to b, where a1 a2 are constants and not both zero. ശ്രദ്ധിക്കുക. അന്നേരം ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ് x1 ആൻഡ് x2 എന്നാണ് നോക്കുന്നത്. ഓക്കെ, അന്നേരം ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട ഫോമിലായിരിക്കും. a1 x1 പ്ലസ് a2 x2 ഈക്വൽ ടു b. ഇവിടെ x1 x2 എന്ന് പറയുന്നതാണ് വേരിയബിൾ. വേരിയബിളിന് നിങ്ങൾക്ക് ഏത് നെയിം കൊണ്ട് വേണമെങ്കിലും ഡിനോട്ട് ചെയ്യാം. വേണമെങ്കിൽ x എന്നും y എന്നും കൊടുക്കാം. അന്നേരം എങ്ങനെ വരും? a1 x പ്ലസ് b1 y ഈക്വൽ ടു c എന്നോ ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഈ ഒരു പാറ്റേണിലുള്ള ഫോമിനെയാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് a1 b1 c, അതായത് ഈ വേരിയബിളിൻ്റെ കോയഫിഷ്യൻസ് ഉണ്ടല്ലോ, എക്സിൻ്റെ കോയഫിഷ്യൻറ്റ്, വൈയുടെ കോയഫിഷ്യൻറ്റ്, അല്ലെങ്കിൽ x1ൻ്റെ കോയഫിഷ്യൻറ്റ്, x2ൻ്റെ കോയഫിഷ്യൻറ്റ്, ആ കോയഫിഷ്യൻസ് കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡും കോൺസ്റ്റൻ്റ് ആണ്, നമ്പേഴ്സാണ്. ഓക്കെ, ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വേരിയബിൾസിൻ്റെ കൂടെയുള്ള ടേം ഉണ്ടല്ലോ a1 a2, ഇത് രണ്ടും അറ്റ് എ ടൈമിൽ സീറോ ആകാൻ പാടില്ല. രണ്ടും അറ്റ് എ ടൈമിൽ സീറോ ആകാൻ പാടില്ല. ഏതെങ്കിലും ഒരെണ്ണമൊക്കെ സീറോ ആകുന്നതുകൊണ്ട് പ്രശ്നമില്ല. രണ്ടും ഒരൊറ്റ ടൈമിൽ സീറോ ആകാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ കൂടിയുണ്ട്. നിങ്ങൾക്ക് ഈ ലീനിയർ ഇക്വേഷൻ ഒരു എക്സാമ്പിൾ എഴുതുമ്പോഴത്തേക്ക് മനസ്സിലാവും. അന്നേരം ഇതിൻ്റെ ഫോം ഇത്രയേ ഉള്ളൂ: ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു വേരിയബിൾ പ്ലസ് അനദർ കോൺസ്റ്റൻറ്റ് ഇൻറ്റു വേരിയബിൾ വിച്ച് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഈ ഫോമിലുള്ള ഏത് ഇക്വേഷനെയും നിങ്ങൾക്ക് എന്തെന്ന് വിളിക്കാം? ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾ എന്ന് വിളിക്കും. ഇവിടെ രണ്ട് വേരിയബിളേ ഉള്ളൂ, അതുകൊണ്ടാണ് ടു വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2x പ്ലസ് 3y ഈക്വൽ ടു -1. ഇതൊരു ലീനിയർ ഇക്വേഷനാണ് ഇൻ ടു വേരിയബിൾ. കാര്യം എന്താണ്? കോൺസ്റ്റൻറ്റ് ഇൻറ്റു വേരിയബിൾ പ്ലസ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു വേരിയബിൾ വിച്ച് ഈസ് ഈക്വൽ ടു അനദർ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം: 0x പ്ലസ് 2y ഈക്വൽ ടു 4. ഇതൊരു ലീനിയർ ഇക്വേഷനാണ്. കാര്യം ഇവിടെ എക്സിൻ്റെ കോയഫിഷ്യൻറ്റ് കോൺസ്റ്റൻറ്റ് വരണം, വൈയുടെ കോയഫിഷ്യൻറ്റും കോൺസ്റ്റൻറ്റ് വരണം, റൈറ്റ് സൈഡും കോൺസ്റ്റൻ്റ് ആകണം. ഇതാണ് കണ്ടീഷൻ. ഓക്കെ, ഇവിടെ രണ്ടും സീറോ ആകാൻ പാടില്ലെന്നേ ഉള്ളൂ. ഏതെങ്കിലും ഒരെണ്ണം സീറോ ആയാലും പ്രശ്നമില്ല. രണ്ടും സീറോ ആയിക്കഴിഞ്ഞാൽ അത് ലീനിയർ ഇക്വേഷൻ എന്ന് പറയാൻ സാധിക്കുകയില്ല എന്നുള്ളത് കൂടി പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കും. എന്നാൽ ഇതാണ് ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ലീനിയർ ഇക്വേഷൻ ഇൻ ത്രീ വേരിയബിൾസ്? ത്രീ വേരിയബിൾ ആകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ കണക്ക് തന്നെ ഇതിൻ്റെ കൂടെ ഒരു ടേം കൂടെ അധികം വരും. അതുകൊണ്ട് a1 x പ്ലസ് a2 x2 നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൻ്റെ കൂടെ പ്ലസ് a3 x3യും കൂടെ വന്നു വിച്ച് ഈസ് ഈക്വൽ ടു b. ഇതും നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെയാണ്. കണ്ടീഷൻസ് ശ്രദ്ധിക്കുക. ഇവിടെ x1ൻ്റെയും x2ൻ്റെയും x3യുടെയും, അതായത് വേരിയബിൾസിൻ്റെ കോയഫിഷ്യൻസ് കോൺസ്റ്റൻ്റ് ആണ്. a1 a2 a3 ഇത് മൂന്നും കോൺസ്റ്റൻ്റ് ആണ്. b റൈറ്റ് സൈഡ് അതും കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ a1 a2 a3 ഇത് മൂന്നും അറ്റ് എ ടൈമിൽ സീറോ ആകാൻ പാടില്ല. ഓക്കെ, മൂന്നും കൂടെ സീറോ ആകാൻ പാടില്ല. ഏതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ സീറോ ആകുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അന്നേരം അതും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അന്നേരം ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെയാണ്. ഒരു ടേം കൂടെ അധികം വരുമെന്നേ ഉള്ളൂ. അപ്പം -x1 -2x2 പ്ലസ് 7x3 ഈക്വൽ ടു 0. റൈറ്റ് സൈഡ് എന്താണെങ്കിലും വരാം, ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കണമെന്നുള്ളൂ. 0 1 -1 എന്തുവേണമല്ലോ ആകാം. ഓക്കെ, അന്നേരം ഇതൊരു ലീനിയർ ഇക്വേഷൻ ഇൻ ത്രീ വേരിയബിളിനൊരു എക്സാമ്പിളാണ്. കാര്യം എന്താ? x1ൻ്റെ കോയഫിഷ്യൻറ്റ് കോൺസ്റ്റൻ്റ് ആണ്, മൈനസ് മീൻസ് -1 എന്നാണ്. x2ൻ്റെ കോയഫിഷ്യൻറ്റ് കോൺസ്റ്റൻ്റ് ആണ്, -2 ആണ്. x3യുടെ കോയഫിഷ്യൻറ്റ് കോൺസ്റ്റൻ്റ് ആണ്, റൈറ്റ് സൈഡും കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ വന്നിരിക്കുന്ന വേരിയബിൾ x1 x2 x3.
അതായത് a1x1 പ്ലസ് a2x2 പ്ലസ് a3x3 ഈക്വൽ ടു b എന്നുള്ള ഫോമിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതും ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ 3 വേരിയബിളിന് ഒരു എക്സാമ്പിളാണ്. ഓക്കെ, ഇതേപോലെ ഏത് വേരിയബിൾസ്, എത്ര വേരിയബിളുള്ള ലീനിയർ ഇക്വേഷൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 2 വേരിയബിൾ പറഞ്ഞു. ഓക്കെ, 3 വേരിയബിളായപ്പോൾ ഒരു ടേം കൂടെ കൂടി. ഇനി 4 വേരിയബിളാണെങ്കിൽ a1x1 പ്ലസ് a2x2 പ്ലസ് a3x3 പ്ലസ് a4x4 ഈക്വൽ ടു b എന്ന് എഴുതാം. 5 വേരിയബിളാണെങ്കിൽ അതുപോലെ തന്നെ a1x1 പ്ലസ് a2x2 പ്ലസ് a3x3 പ്ലസ് a4x4 പ്ലസ് a5x5 ഈക്വൽ ടു b എന്ന് എഴുതാം. ഈ പറയപ്പെട്ട പാറ്റേണിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ജനറലായിട്ട് അങ്ങനെ പറയാം. മോർ ജനറലി വി ഡിഫൈൻ എ ലീനിയർ ഇക്വേഷൻ ഇൻ n വേരിയബിൾസ്. ഇവിടെ ആദ്യം 2 വേരിയബിൾ നമ്മൾ പറഞ്ഞു, 3 വേരിയബിളിൻ്റെ കേസ് പറഞ്ഞു, 4ഉം 5ഉം വേരിയബിൾ വന്നാൽ എങ്ങനെ എഴുതാമെന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ n വേരിയബിൾസ് ഉണ്ടെങ്കിൽ, n മീൻസ് ജനറലായിട്ട് പറയുന്നതാണ്. n നമുക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം. n 10 ആണെങ്കിൽ 10 വേരിയബിൾ ഉള്ളത്, n 100 ആണെങ്കിൽ 100 വേരിയബിൾ ഉള്ളത് എന്നുള്ള മീനിങ്. n വേരിയബിൾസ് x1 x2 എക്സെട്ര xn ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്, എങ്ങനെ എഴുതാം? n വേരിയബിൾസ് ആകുമ്പോഴത്തേക്ക് 2 ആകുമ്പോഴത്തേക്ക് x1 x2 വരെ വരും, 3 ആകുമ്പോൾ x1 x2 x3 വരെ വരും. n ആകുമ്പോഴത്തേക്ക് എങ്ങനെ വരും? a1x1 പ്ലസ് a2x2 പ്ലസ് എക്സെട്ര എവിടം വരെ വരും? anxn വിച്ച് ഈസ് ഈക്വൽ ടു b. ഈ ഫോമിലായിരിക്കും ഒരു n വേരിയബിൾസ് ഉള്ള ലീനിയർ ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അതെ, ഇതാണ് ലീനിയർ ഇക്വേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസാണ് ഈ കോൺസ്റ്റൻറ്റുകൾ a1 a2 എക്സെട്ര an b, ഇതെല്ലാം കോൺസ്റ്റൻറ്റുകളാണ്. അതുപോലെ തന്നെ ഈ വേരിയബിൾസിൻ്റെ കൂടെയുള്ള a1 a2 എക്സെട്ര an എന്ന് പറയുന്ന എല്ലാം കൂടെ അറ്റ് എ ടൈമിൽ 0 ആകില്ല എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഈ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പ്രധാനമായിട്ടും മറ്റൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ലീനിയർ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡുകൾ എല്ലാം b എന്നാണല്ലോ റെപ്രസെൻറ്റ് ചെയ്തത്. അത് കോൺസ്റ്റൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. കോൺസ്റ്റൻ്റ് എന്ന് വെച്ചാൽ ഏത് നമ്പർ വേണമെങ്കിലും അവിടെ വരാം. പക്ഷേ ഒരു സ്പെഷ്യൽ കേസ് കൂടി അവിടെ പറയുകയാണ്. ഈ റൈറ്റ് സൈഡ് 0 ആണ് എന്ന് വിചാരിക്കുക. ഈ പറഞ്ഞ കേസുകളിലെല്ലാം റൈറ്റ് സൈഡ് 0 ആണെന്ന് വിചാരിക്കുക, അതായത് b 0 ആണ്. ഓക്കെ, b 0 ആണെങ്കിൽ ഈ ലീനിയർ ഇക്വേഷനെ നമുക്ക് ഒരു പ്രത്യേക പേരിൽ വിളിക്കാവുന്നതാണ്. അതാണ് അടുത്ത പറയാൻ പോകുന്നത്. ഇപ്പം റൈറ്റ് സൈഡ് നമ്മളുടെ ജനറൽ ലീനിയർ ഇക്വേഷൻ n വേരിയബിൾ ഇതാണല്ലോ. അല്ല, റൈറ്റ് സൈഡ് 0 ആണെങ്കിൽ അതിനെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാമല്ലോ. ഓക്കെ, റൈറ്റ് സൈഡ് 0 ആയി, വേറെ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെയെങ്കിൽ റൈറ്റ് സൈഡ് 0 ആയിട്ടുള്ള ലീനിയർ ഇക്വേഷനെ നമുക്ക് വിളിക്കാം ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ. അന്നേരം ഇതും ഒരു ലീനിയർ ഇക്വേഷൻ തന്നെയാണ്. റൈറ്റ് സൈഡ് 0 ആയതുകൊണ്ട് നമ്മൾ വേറൊരു സ്പെഷ്യൽ പേരിലാണ് വിളിക്കുന്നതെന്നുള്ളൂ, ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ. അന്നേരം ഹോമോജീനിയസ് എന്നുള്ള വേർഡ് കണ്ടാൽ മനസ്സിലാക്കണം റൈറ്റ് സൈഡ് 0 ആണ്. ക്ലിയർ ആണല്ലോ? അന്നേരം ഇതാണ് ലീനിയർ ഇക്വേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ലീനിയർ സിസ്റ്റം എന്നുള്ളത് നോക്കാം. ലീനിയർ സിസ്റ്റം നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ലീനിയർ ഇക്വേഷൻ കുറച്ച് എക്സാമ്പിൾസ് നോക്കണം. കാര്യം ചിലത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് ലീനിയർ ഇക്വേഷൻ അല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതായത് ലീനിയർ ഇക്വേഷൻ്റെയും ലീനിയർ ഇക്വേഷൻ അല്ലാത്തതിൻ്റെയും കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് പരിചയപ്പെടുവാണ്. അതിന് ഈ പറഞ്ഞിരിക്കുന്ന സെനൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ലീനിയർ ഇക്വേഷൻ ഏതാണ്, ലീനിയർ ഇക്വേഷൻ അല്ലാത്തത് ഏതെന്ന് കണ്ടെത്താൻ എളുപ്പമാണ്. പറഞ്ഞിരിക്കുന്ന നോക്കുക. ഒബ്സർവ് ദാറ്റ് എ ലീനിയർ ഇക്വേഷൻ ഡസ് നോട്ട് ഇൻവോൾവ് എനി പ്രോഡക്ട്സ് ഓർ റൂട്ട്സ് ഓഫ് വേരിയബിൾസ് ആൻഡ് all variables occur only to the first power and do not appear. For example, as arguments of trigonometric, logarithmic or exponential functions. അതായത് പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അത് ലീനിയർ അല്ല എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഒന്നെങ്കിൽ നമ്മൾ ലീനിയർ ഇക്വേഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞല്ലോ വേരിയബിൾസ് നമ്മൾ പറഞ്ഞു x1 x2 എക്സെട്ര xn അല്ലെങ്കിൽ x y z എന്നുള്ളതാണല്ലോ വേരിയബിൾസ്. ആ വേരിയബിൾസുകളുടെ പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ഇക്വേഷനിൽ അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും ലീനിയർ ഇക്വേഷൻ അല്ല. ഓക്കെ, അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഏതെങ്കിലും ഒരു വേരിയബിൾ x1 x2 എക്സെട്ര xn എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വേരിയബിളിന് റൂട്ട് വന്നെന്ന് വിചാരിക്കും. റൂട്ടിനകത്തൊരു വേരിയബിൾ വന്നു കഴിഞ്ഞാൽ അതും ലീനിയർ ഇക്വേഷൻ ആയിരിക്കില്ല. ഓക്കെ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഈ വേരിയബിളിന് പവർ വന്നു കഴിഞ്ഞാൽ എക്സിനോ വൈക്കോ ഇസഡിനോ ഇതിന് ഏതെങ്കിലും x² എന്നോ y³ എന്നോ അങ്ങനെ z⁻⁻1 എന്നോ അങ്ങനെ എന്തെങ്കിലും പവറുകൾ വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും എന്തായിരിക്കില്ല, ലീനിയർ ഇക്വേഷൻ ആയിരിക്കില്ല. അതുകൂടാതെ
മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, ട്രിഗണോമെട്രിക്കോ ലോഗരിതമിക്കോ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസോ ഇവയിൽ ഏതെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതും എന്തായിരിക്കില്ല, ആ ഇക്വേഷൻസ് എന്തായിരിക്കില്ല, ലീനിയർ ഇക്വേഷൻ ആയിരിക്കില്ല. ട്രിഗണോമെട്രിക് മീൻസ് സൈൻ കോസ് ടാൻ കോസീക്ക് സീക്ക് കോട്ട്, ഇതിലേതെങ്കിലും ഒരു ഇക്വേഷനിൽ വന്നു കഴിഞ്ഞാൽ അത് ലീനിയർ ഇക്വേഷൻ അല്ല. ഇനി ലോഗരിതം, ലോഗ് എക്സ് എന്നോ ലോഗ് 2x എന്നോ ലോഗിനെ ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം, ln(x). ഇത് നാച്ചുറൽ ലോഗരിതമാണ്. ഓക്കെ, അതൊക്കെ നമ്മൾ പിന്നീട് പറയാം. നാച്ചുറൽ ലോഗരിതവും ബേസ് 10 വരുന്ന ലോഗരിതവും ഒക്കെ പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്തായാലും ലോഗരിതം എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നുള്ളൂ, അല്ലെങ്കിൽ വിഷയം മാറിപ്പോവും. അതുകൊണ്ട് ലോഗരിതം ലോഗ് എക്സ് എന്നും ln(x) എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. അങ്ങനെ ലോഗരിതം വന്നു കഴിഞ്ഞാലും അത് ലീനിയർ ഇക്വേഷൻ അല്ല. ഇനി എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ e⁻x അങ്ങനെ വരുന്ന a⁻x ഇത്തരത്തിലുള്ള ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് വന്നു കഴിഞ്ഞാലും അതും നമുക്ക് ലീനിയർ ഇക്വേഷൻ അല്ല എന്നുള്ളത് മനസ്സിലാക്കും. അന്നേരം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു ഇക്വേഷനിൽ വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് നമുക്ക് കൂടുതൽ ചിന്തിക്കൊന്നും വേണ്ട, അങ്ങനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ അത് ലീനിയർ ഇക്വേഷൻ അല്ല. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് നോക്കുക. ദ ഫോളോയിങ്സ് ആർ ലീനിയർ ഇക്വേഷൻസ്. ലീനിയർ ഇക്വേഷൻ എക്സാമ്പിൾ നോക്കാം. ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ല, കോൺസ്റ്റൻറ്റ് ഇൻറ്റു വേരിയബിൾ പ്ലസ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു വേരിയബിൾ പ്ലസ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു വേരിയബിൾ വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ പാറ്റേണിൽ വരുന്നതാണ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ആ പാറ്റേണിലാണെന്ന് നോക്കിയാൽ മതി. അതാണ്ട് സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ്, അത് 1 × x എന്നാണല്ലോ, പ്ലസ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു അനദർ വേരിയബിൾ y വിച്ച് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഇതൊരു ലീനിയർ ഇക്വേഷനാണ്. അടുത്തതാണ്ട് 1 × x1 മൈനസ് 2 × x2 എന്നാക്കിക്കോണം, അത് x3 പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. മൈനസ് 3x3 പ്ലസ് x4 ഈക്വൽ ടു 0. ഓക്കെ, അന്നേരം ഇതും കോൺസ്റ്റൻറ്റ് ഇൻറ്റു വേരിയബിൾ കോൺസ്റ്റൻറ്റ് ഇൻറ്റു വേരിയബിൾ എന്നുള്ള പാറ്റേണിലാണ് വരുന്നത്. അതുകൊണ്ട് ഇതും ലീനിയർ ഇക്വേഷനാണ്. അടുത്തത് നോക്കാം. അതെ, കോൺസ്റ്റൻറ്റ് ഇൻറ്റു വേരിയബിൾ ഇത് -y, ദാറ്റ് മീൻസ് -1 × y, അതും കോൺസ്റ്റൻറ്റ് ഇൻറ്റു y പ്ലസ് അനദർ കോൺസ്റ്റൻറ്റ് ഇൻറ്റു z, കോൺസ്റ്റൻറ്റ് വേരിയബിൾ വിച്ച് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, അതും ലീനിയർ ഇക്വേഷനാണ്. അതുപോലെ തന്നെ നാണ്ട് ഇതും x1 പ്ലസ് x2, അതായത് എല്ലാം x1ൻ്റെ x2ൻ്റെ x3യുടെ എല്ലാം കോഎഫിഷ്യൻറ്റ് 1 ആണ്. 1x1 പ്ലസ് 1x2 പ്ലസ് എക്സെട്ര പ്ലസ് 1xn, അതും കോൺസ്റ്റൻറ്റ് ഇൻറ്റു വേരിയബിൾ എന്നുള്ള പാറ്റേണിലായതുകൊണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡും കോൺസ്റ്റൻ്റ് ആണ്. സോ ഇതും ഒരു ലീനിയർ ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, അതായത് ലീനിയർ ഇക്വേഷൻ മനസ്സിലാക്കാൻ എളുപ്പമാണല്ലോ. ഇനി ലീനിയർ ഇക്വേഷൻ അല്ലെന്ന് പെട്ടെന്ന് നമുക്ക് നോക്കാം. എന്താ നോക്കുക, x + 3y² = 4 ഒറ്റയടിക്കാൻ പറയാൻ ലീനിയർ ഇക്വേഷൻ അല്ല. കാര്യം വേരിയബിൾസിന് ഒരിക്കലും പവർ വരില്ലെന്ന് നമ്മൾ പറഞ്ഞു. പവർ വന്നു കഴിഞ്ഞാൽ അത് ലീനിയർ ഇക്വേഷൻ അല്ല. 3x + 2y - xy = 5 ഇത് ലീനിയർ ഇക്വേഷൻ അല്ല. കാര്യം വേരിയബിൾസ് ഒരിക്കലും പ്രോഡക്റ്റ് ആയിട്ട് വരാൻ പാടില്ല. വേരിയബിളുകൾ, ഒന്നിൽ കൂടുതൽ വേരിയബിളുകൾ പ്രോഡക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതും ലീനിയർ ഇക്വേഷൻ അല്ല. ഇനി sin x + y = 0 അതും ലീനിയർ ഇക്വേഷൻ അല്ല. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ലീനിയർ ഇക്വേഷൻ അല്ല. അടുത്തത് √x1 + ബാക്കി വായിക്കേണ്ട, വേരിയബിൾ റൂട്ടിനകത്ത് വന്നു കഴിഞ്ഞു. സോ അതും ലീനിയർ ഇക്വേഷൻ അല്ല. ഇത്തരത്തിൽ ലീനിയർ ഇക്വേഷൻ അല്ലാത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളത് ഈ എക്സാമ്പിളിലൂടെ മനസ്സിലാക്കുക. അന്നേരം ഇതാണ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് അല്ലെങ്കിൽ ലീനിയർ സിസ്റ്റം എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. വളരെ സിമ്പിളാണ്. അതായത് നമ്മളിപ്പോൾ ലീനിയർ ഇക്വേഷൻ പഠിച്ചു. ഈ ലീനിയർ ഒന്നിൽ കൂടുതൽ ലീനിയർ ഇക്വേഷൻസിൻ്റെ ഒരു സെറ്റിനെയാണ് ലീനിയർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അതായത് നമ്മളിപ്പം തൊട്ട് മുമ്പ് 2 വേരിയബിൾ ലീനിയർ സിസ്റ്റം പറഞ്ഞല്ല, a1 x + b1 y = എന്തെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് c1 എന്ന് കൊടുത്തു. ഓക്കെ, ഇതൊരു ലീനിയർ സിസ്റ്റം ഇൻ 2 വേരിയബിൾ ആണല്ലോ. ഓക്കെ, ഇതേപോലെ ഒരെണ്ണം കൂടെ വരുന്നു, a2x + b2y വിച്ച് ഈസ് ഈക്വൽ ടു c2 എന്ന് തോന്നുന്നു. ഓക്കെ, ഇതിപ്പോൾ 2 ലീനിയർ ഇക്വേഷൻസ് ചേർന്നു എന്നല്ല, ഈ കളക്ഷൻ, ഈ ഒരു സെറ്റിനെയാണ് ലീനിയർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ലീനിയർ ഇക്വേഷൻസ് ഒന്നിൽ കൂടുതൽ, അതാണ് ഫൈനൈറ്റ് സെറ്റ് ഓഫ് ലീനിയർ ഇക്വേഷൻസ്. ലീനിയർ ഇക്വേഷൻസിൻ്റെ ഒന്നിൽ കൂടുതൽ ലീനിയർ ഇക്വേഷൻസ്, ദാറ്റ് മീൻസ് ഇത് ഫൈനൈറ്റ് ആയിരിക്കണം, ഇൻഫിനിറ്റ് ആകാൻ പാടില്ല. ഓക്കെ, ഫൈനൈറ്റ് നമ്പർ ഓഫ് ലീനിയർ സിസ്റ്റത്തിൻ്റെ ഒരു സെറ്റ്, ആ സെറ്റിനെയാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻസിൻ്റെ സെറ്റിനെയാണ് ലീനിയർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. സിസ്റ്റം എന്ന് കേട്ടാൽ മനസ്സിലാക്കണം, ഒന്നിൽ കൂടുതൽ ലീനിയർ ഇക്വേഷൻസ് ഉണ്ട്. ആ ഒന്നിൽ കൂടുതൽ ലീനിയർ ഇക്വേഷൻസിൻ്റെ ആ ഒരു സെറ്റിനെയാണ് നമ്മൾ ലീനിയർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് 2 വേരിയബിൾ ആകാം, 3 വേരിയബിൾ ആകാം, 4 വേരിയബിൾ ആകാം, എത്ര വേണമെങ്കിലും ആകാം. ഓക്കെ, ഫൈനൈറ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആ ഇക്വേഷൻസിൻ്റെ എണ്ണം ഫൈനൈറ്റ് ആയിരിക്കണം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫൈനൈറ്റ് സെറ്റ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഈസ് കാൾഡ് എ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഓർ മോർ ബ്രീഫ്ലി എ ലീനിയർ സിസ്റ്റം. സം ഓഫ് ദി എക്സാമ്പിൾസ് നോക്കുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ലീനിയർ സിസ്റ്റം തന്നു കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കേണ്ട ലീനിയർ സിസ്റ്റം തന്നു കഴിഞ്ഞാൽ അവിടെ വേരിയബിൾസ് കാണുമല്ലോ, എക്സ് വൈ. ഓക്കെ, ആ സിസ്റ്റത്തിലെല്ലാം വേരിയബിളെല്ലാം സെയിം ആയിരിക്കും, എക്സ് വൈ എന്ന് തന്നെ ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷനിൽ എക്സും വൈയും ആണെങ്കിൽ സെക്കൻഡ് ഇക്വേഷനിലും എക്സും വൈയും ആയിരിക്കും.
ഓക്കെ, അല്ലെങ്കിൽ എക്സും വൈയും ഇസഡും വരാം. ഓക്കെ, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അന്നേരം ഇവിടെ മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം, ഈ വേരിയബിളുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് അൺനോൺസ് എന്ന് വിളിക്കും. അൺനോൺസ്. അന്നേരം ഒരു സിസ്റ്റം തന്നു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൽ വേരിയബിളിനെ നമുക്ക് അൺനോൺസ് എന്ന് വിളിക്കാവുന്നതാണ്. ഓക്കെ ആണല്ലോ. ഇവിടെ എക്സാമ്പിൾ നോക്കുക. ഇവിടെ ഒരു എക്സാമ്പിൾ 5x + y = 3, 2x - y = 4. ഇതൊരു ലീനിയർ ഇക്വേഷനാണ്. ലീനിയർ സിസ്റ്റമാണ്, ഇക്വേഷൻ അല്ല. ഇതൊരു ലീനിയർ ഇക്വേഷനാണ്, ഇതൊരു ലീനിയർ ഇക്വേഷനാണ്. രണ്ടും രണ്ട് ലീനിയർ ഇക്വേഷനാണ്. പക്ഷേ അത് ചേർന്നപ്പോഴത്തേക്ക് എന്തായി? അതൊരു സിസ്റ്റമായി. ഓക്കെ, അതിനാണ് ലീനിയർ സിസ്റ്റം എന്ന് വിളിക്കുന്നത് വിത്ത് 2 അൺനോൺസ്. കാര്യം ഇവിടെ 2 അൺനോൺസാണ് ഉള്ളത്. അടുത്തത് നോക്കുക, ഇത് ഇക്വേഷനാണ്. ഓക്കെ, ഇതൊരു ലീനിയർ സിസ്റ്റമാണ് വിത്ത് 3 അൺനോൺസ്. കാര്യം ഇവിടെ 3 അൺനോൺസ് ഉണ്ട്. കണ്ടോ? ഓക്കെ ആണല്ലോ. ഇതൊരു ലീനിയർ സിസ്റ്റമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ വരാം, x1 - 2x2 = 1, x1 - 3x3 = 5. അടുത്തത് x2 - 4x4 = 0. ഓക്കെ, ഇവിടെ x1, x2, x3, x4 ഇതെല്ലാം എന്താണ്? അൺനോൺസാണ്, വേരിയബിൾസാണ്. ഓക്കെ, ഇതൊരു ലീനിയർ സിസ്റ്റമാണ്. എത്ര അൺനോൺസ് ഉണ്ട് ഇവിടെ? 4 അൺനോൺസ് ഉണ്ട്, 4 വേരിയബിളുണ്ട്. കാര്യം ഇതൊരു സിസ്റ്റം തന്നെയാണ്, പക്ഷേ എല്ലാത്തിലും 4 വേരിയബിളും ഉണ്ടാകണമെന്നില്ല. പക്ഷേ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ വേരിയബിൾ ഇല്ല എന്ന് തോന്നുന്നെങ്കിലും വേരിയബിൾ ഉണ്ട്. കാര്യം ഫസ്റ്റ് ഇക്വേഷൻ x1 - 2x2 എന്നല്ലേ? ബാക്കി x3യുടെയും x4ൻ്റെയും കോഎഫിഷ്യൻസ് എന്താണ്? 0 ആണ്. അതായത് ബാക്കി ഉണ്ടവിടെ +0x3 + 0x4 എന്നാണ് അതിൻ്റെ മീനിങ്. അവിടെ 0 ആയതുകൊണ്ട് തന്നില്ല എന്ന് മാത്രം. ഓക്കെ, അടുത്ത് നോക്കുക, x1 - 3x3. അവിടെ x2ൻ്റെയും x4ൻ്റെയും ടേം ഇല്ല. അന്നേരം ഓൾറെഡി അവിടെ ഉണ്ട്. എന്താണ് അവിടെ വരുന്നത്? x1 + 0x2 - 3x3 = 5 എന്നാണ് വരേണ്ടുള്ളത്. ഓക്കെ, 0 ആയതുകൊണ്ട് തരത്തില്ല ക്വസ്റ്റ്യനിൽ. ഇനി അടുത്തത് നോക്കുക, ഇവിടെ x1 ഇല്ല. കാര്യം x1ൻ്റെ കോഎഫിഷ്യൻ്റ് 0 ആയി, 0x1 എന്നാണ്. അതുകൊണ്ട് x1ൻ്റെ ടേം ഇല്ല. അതുപോലെ തന്നെ x3യും ഇല്ല. x3യുടെ കോഎഫിഷ്യൻ്റ് 0 ആണ്, 0x3 എന്നാണ്. അതുകൊണ്ടാണ് അതും തരാഞ്ഞത്. അന്നേരം ഇവിടെ എത്ര വേരിയബിൾസ് ഉള്ള അല്ലെങ്കിൽ എത്ര അൺനോൺസ് ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ആ സിസ്റ്റത്തിൽ ഏറ്റവും ലാസ്റ്റ് വേരിയബിൾ ഏതാണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, x4 ആണല്ലോ ഏറ്റവും അവസാനം വരുന്നത്. കാര്യം x1, x2, x3 കഴിഞ്ഞല്ലേ x4 വരുന്നത്. ഓക്കെ, അന്നേരം അതനുസരിച്ച് മൊത്തം എത്ര വേരിയബിൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്ലിയർ ആണല്ലോ. ഓക്കെ, അന്നേരം ഇവിടെ അവസാനം x4 ആണ് വന്നിരിക്കുന്നത്. ഇനി ഇവിടെ x5 ആണ് വന്നിരിക്കുന്നത് വിചാരിക്കുക. ഈ x4ന് പകരം x5 ആണ് വന്നിരിക്കുന്നത് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഇതിന് 5 വേരിയബിൾ ഉണ്ട്. x1, x2, x3, x4, x5. x4 എന്ന് പറയുന്നത് ഇവിടെ എവിടെയെങ്കിലും ഒരിടത്ത് വരും. എല്ലാ വേരിയബിളും കൂടെ ഈ 3 എല്ലാ ഇക്വേഷനിലും കോമൺ ആയിട്ട് ഒരു വേരിയബിൾ ഇല്ലാതാകില്ല. എവിടെയെങ്കിലും അത് കാണും. ഇതിപ്പം x4 ആണെന്ന് വിചാരിക്കും. ഫസ്റ്റ് ഇക്വേഷൻ x1 - 2x4 = 1 എന്നാണെന്ന് വിചാരിക്കും. അന്നേരം എല്ലാ വേരിയബിളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. x1 വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ x2 വന്നിട്ടുണ്ട്, x3 വന്നിട്ടുണ്ട്, x4 വന്നിട്ടുണ്ട്, x5 വന്നിട്ടുണ്ട്. കണ്ടോ? അതിൽ നമുക്ക് മനസ്സിലാക്കാം മൊത്തം എത്ര വേരിയബിൾ ഉണ്ടെന്നുള്ളത്. എല്ലാ ഇക്വേഷനിലും എല്ലാ വേരിയബിളും വരണം എന്നില്ല. പക്ഷേ ആ സിസ്റ്റത്തിൽ മൊത്തത്തിൽ എല്ലാ വേരിയബിളും ഉണ്ടായിരിക്കും എന്നുള്ളത് കൂടി നിങ്ങൾ പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ? കാര്യം മനസ്സിലായല്ലോ? ഇതാണ് ലീനിയർ സിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങോട്ട് ചെയ്യുമ്പോഴത്തേക്കിന് ഈ സിസ്റ്റംസ് ഒരുപാട് കാണും. ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ ഫസ്റ്റ് ഈ ഒരു മൊഡ്യൂളിൽ ഏകദേശം പകുതിയിൽ കൂടുതൽ ഭാഗവും ഈ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള കളികളാണ്. അതുകൊണ്ട് സിസ്റ്റത്തിനകത്ത് ഇനി സംശയമൊന്നും വരില്ല. ചറപറാ വരും സിസ്റ്റംസ് ഇനി അങ്ങോട്ട്. ഓക്കെ, അതുകൊണ്ടൊന്ന് ഏകദേശം കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി തുടർന്നുള്ള വീഡിയോകൾ കാണുമ്പോഴത്തേക്ക് ബാക്കി ഐഡിയ കിട്ടും. ഓക്കെ, ഇനി ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞു ലീനിയർ ഇക്വേഷൻ, അതിനെ ഒന്ന് ജനറലായിട്ടൊന്ന് ഡിഫൈൻ ചെയ്യുവാണ്. നമ്മളിവിടെ ആദ്യം പറഞ്ഞതായി നോക്കുക. ഇവിടെ 2 ഇക്വേഷൻ 2 അൺനോൺസ് ആയിരുന്നു. ഇവിടെ 2 ഇക്വേഷൻ 3 അൺനോൺസ് ആയിരുന്നു. ഇതെല്ലാം ലീനിയർ സിസ്റ്റംസ് ആണ്. ഇനി ജനറലായിട്ട് നമ്മളിവിടെ ഒന്ന് ഡിഫൈൻ ചെയ്യുവാണ്. മൊത്തം m ഇക്വേഷൻസ് ഉണ്ട്. 1, 2 എക്സെട്ര m ഇക്വേഷൻ. മൊത്തം എത്ര അൺനോൺസ്? 1, 2 എക്സെട്ര n. അത് മൊത്തം n അൺനോൺസ് ഉണ്ട്, m ഇക്വേഷൻസ് ഉണ്ട്. എങ്ങനെ ജനറലായിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യാം? ഇതാ നോക്കുക. അറിയാമല്ലോ, ലീനിയർ ഇക്വേഷൻ എഴുതാൻ അറിയാമല്ലോ. a1x1 ഇവിടെ a12 a11x1 എന്നുള്ള പാറ്റേണിൽ കൊടുക്കുന്നേ ഉള്ളൂ. a11x1 +
പ്ലസ് a12x2 പ്ലസ് എക്സെട്ര a1nxn ഈക്വൽ ടു b1. അതുപോലെ രണ്ടാമത്തെ ഇക്വേഷൻ a21x1 പ്ലസ് a22x2 പ്ലസ് എക്സെട്ര a2nxn വിച്ച് ഈസ് ഈക്വൽ ടു b2 എക്സെട്ര. ലാസ്റ്റ് ഇക്വേഷൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് am1x1 പ്ലസ് am2x2 എക്സെട്ര പ്ലസ് amnxn ഈക്വൽ ടു bm. ഇതാണ് m ഇക്വേഷനും n അൺനോൺസുമുള്ള ഒരു ജനറൽ ലീനിയർ സിസ്റ്റം. ഈ a11 മീൻസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മെട്രിക്സിൽ എഴുതുമ്പോൾ ഇപ്പോൾ മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ a11 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എന്നുള്ള മീനിങ് ആണ്. a12 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം അല്ലെങ്കിൽ ഫസ്റ്റ് റോ സെക്കൻഡ് എലമെൻറ്റ് എന്നുള്ള മീനിങ് ആണ്. ഇവിടെ സിസ്റ്റത്തിനകത്ത് ഇവിടെ മീൻ ചെയ്യുന്നത് ഫസ്റ്റ് ഇക്വേഷൻ ഫസ്റ്റ് എലമെൻറ്റ്. ഓക്കെ, ഇങ്ങനെ പറയാം നമുക്ക്. ഫസ്റ്റ് ഇക്വേഷൻ ആദ്യത്തെ ഫസ്റ്റ് ഇക്വേഷൻ, രണ്ടാമത്തെ ഫസ്റ്റ് എലമെൻറ്റ്. a12 ഫസ്റ്റ് ഇക്വേഷൻ, ഇതെല്ലാം ഫസ്റ്റ് ഇക്വേഷനിൽ വരുന്നതാണല്ലോ, അതുകൊണ്ടാണ് ആദ്യത്തെ ലെറ്റർ എല്ലാം 1 വരുന്നത്. ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് മെമ്പർ. ഓക്കെ, ഇത് ഫസ്റ്റ് ഇക്വേഷൻ nth മെമ്പർ. അതുപോലെ തന്നെ അടുത്ത രണ്ടാമത്തെ സെറ്റ് എടുത്താൽ ആദ്യത്തെ ലെറ്റർ എല്ലാം 2 ആയിരിക്കും. അത് രണ്ടാമത്തെ ഇക്വേഷനാണ്. ഇത് രണ്ടാമത്തെ ഇക്വേഷനിലെ സാധനമാണല്ലോ. രണ്ടാമത്തെ ഇക്വേഷനിലെ മെമ്പർ ഫസ്റ്റ് എലമെൻറ്റ്, രണ്ടാമത്തെ ഇക്വേഷനിലെ രണ്ടാമത്തെ എലമെൻറ്റ്, രണ്ടാമത്തെ ഇക്വേഷനിലെ nth എലമെൻറ്റ്. അതുപോലെ തന്നെ എക്സെട്ര മുതൽ എത്ര ഇക്വേഷൻ ഉണ്ട്? m ഇക്വേഷൻ. അത് ഈ mth ഇക്വേഷനിലെ ഫസ്റ്റ് എലമെൻറ്റ്, mth ഇക്വേഷനിലെ സെക്കൻഡ് എലമെൻറ്റ്, എക്സെട്ര mth ഇക്വേഷനിലെ nth എലമെൻറ്റ്. ഇതാണ്. അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞപ്പോൾ ഒരു ആവേശത്തിനൊക്കെ പറഞ്ഞതേ ഉള്ളൂ, അതിലൊന്നും കാര്യമില്ല, പലർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, എന്നാലും ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. ഓക്കെ, ഇതാണ് ജനറലായിട്ട് ലീനിയർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഒരു ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഒരു സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് വെച്ചാൽ അതാണ് അടുത്ത പറയാൻ പോകുന്നത്. എ സൊല്യൂഷൻ ഓഫ് എ ലീനിയർ സിസ്റ്റം ഇൻ n അൺനോൺസ് x1 x2 etc. xn is a sequence of n numbers x1 x2 etc. sn for which the substitution x1 equal to s1, x2 equal to s2 etc. xn equal to sn. അതായത് ഒരു സിസ്റ്റത്തിന് അതിൻ്റെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ അവിടുത്തെ അൺനോൺസ് ഉണ്ടല്ല, ആ അൺനോൺസിൻ്റെ വാല്യൂ ആണ് ആ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, 2 വേരിയബിൾ ഒരു സിസ്റ്റം തന്നു, അത് 2 വേരിയബിളാണ്, 2 വേരിയബിളാണ് അവിടെ ഉള്ളതെങ്കിൽ അവിടെ ആ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ x1 x2 ആണ് വേരിയബിൾ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അൺനോൺസ് എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ x1ൻ്റെയും x2ൻ്റെയും വാല്യൂ ആണ് ആ 2 വേരിയബിൾ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, ഇനി 3 വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 3 അൺനോൺസ്, 3 അൺനോൺസ് ആണെന്നുണ്ടെങ്കിൽ, ഈ എക്സാമ്പിൾ പ്രകാരം 3 അൺനോൺസ് ആണെങ്കിൽ x1ൻ്റെയും x2ൻ്റെയും x3ൻ്റെയും വാല്യൂ ആണ് ആ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ആ വാല്യൂവിൻ്റെ പ്രത്യേകത എന്താണ്? അതാണ് ഇവിടെ അടുത്ത പറയുന്നത്. ആ വാല്യൂ നിങ്ങളുടെ ഈ സിസ്റ്റത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സിസ്റ്റത്തിൽ മീൻസ് ഈ ഓരോ ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും ആ ഈക്വേഷൻ ട്രൂ ആയിരിക്കണം. അതായത് നമുക്ക് ഇത് ഓരോന്നും ലീനിയർ ഇക്വേഷനാണ് എന്നുള്ള ബോധമുണ്ടല്ലോ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ നമ്മളിപ്പോൾ എടുത്തു x1ൻ്റെ വാല്യൂ s1 ആണ്, x2ൻ്റെ വാല്യൂ s2 ആണ്, എക്സെട്ര xnൻ്റെ വാല്യൂ sn ആണ്. ഇതാണ് ഈ തന്നിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എങ്കിൽ എന്താണ് അതിൻ്റെ പ്രത്യേകത? ഈ ഓരോ ഈക്വേഷനും ട്രൂ ആയിരിക്കണം. അതായത് ഈ x1ന് അതിൻ്റെ വാല്യൂ കൊടുക്കുന്നു, അതായത് s1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, x2ന് അതിൻ്റെ വാല്യൂ s2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എക്സെട്ര xnന് വരെ അതിൻ്റെ വാല്യൂ sn സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ആഡ് ചെയ്യും, നമ്പേഴ്സ് ആണല്ലോ എല്ലാം, നമ്പേഴ്സ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡ് എന്താണെന്ന് നോക്കുക. റൈറ്റ് സൈഡ് b1 അല്ലേ, b1 ആണ് കിട്ടുന്നതെങ്കിൽ ഈ ഈക്വേഷൻ ട്രൂ ആണ്. ഓക്കെ, ഇനി അടുത്ത ഇവിടെയും അതുപോലെ x1നും x2നും എക്സെട്ര xnനും ഈ പറഞ്ഞ കണക്ക് s1 s2 എക്സെട്ര sn കൊടുക്കുന്നു. എന്നിട്ട് ഈ ആദ്യത്തെ എലമെൻറ്റുമായിട്ട് s1നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, പ്ലസ് രണ്ടാമത്തെ എലമെൻറ്റ് ഇൻറ്റു s2 പ്ലസ് എക്സെട്ര ലാസ്റ്റ് എലമെൻറ്റ് ഇൻറ്റു sn. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ b2 കിട്ടുന്നു നോക്കുക. b2 കിട്ടിയാൽ ആ ഇക്വേഷനും ആ ലീനിയർ ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്തു. അങ്ങനെ ഈ x1ൻ്റെയും x2ൻ്റെയും എക്സെട്ര xnൻ്റെയും ഓരോ ഈ വാല്യൂസ് ഈ ഓരോ ഇക്വേഷനിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓരോ ഇക്വേഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഓരോ ഇക്വേഷനും ഇതുപോലെ സാറ്റിസ്ഫൈ ചെയ്യണം. ഓരോ ഇക്വേഷനും ട്രൂ ആയിരിക്കണം. അങ്ങനെ എല്ലാ ഇക്വേഷനും ട്രൂ ആണ് എങ്കിൽ ആ x1ൻ്റെയും x2ൻ്റെയും എക്സെട്ര xnൻ്റെയും വാല്യൂ ആണ് ആ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, കുറച്ചുകൂടി എളുപ്പം മനസ്സിലാക്കാനായിട്ട് ഒരു 2 വേരിയബിളിൻ്റെ എക്സാമ്പിൾ നോക്കുക. ഫോർ എക്സാമ്പിൾ, ഇതൊരു ലീനിയർ സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷനാണ് x1 = 1,
സോറി എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു -2. കാര്യം ഇവിടെ എക്സും വൈ ആണ് അൺനോൺ, ഒരു 2 വേരിയബിൾ ലീനിയർ സിസ്റ്റമാണ്. അന്നേരം ഇതാണ് ഈ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, ഈ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് വന്നതെന്നുള്ളത് നമ്മൾ ഇനിയേ പഠിക്കത്തുള്ളൂ. ഇവിടെ സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ ഇവിടുത്തെ ഉദ്ദേശം. ഇത് ഈ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ ആകണമെന്നുണ്ടെങ്കിൽ ഈ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ എടുത്ത് ലെഫ്റ്റ് സൈഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താ ഒരു 5 ഇൻറ്റു എക്സ് എന്ന് വെച്ചാൽ 1 ആണ്, പ്ലസ് വൈയുടെ വാല്യൂ എന്താണ് -2. ഓക്കെ, അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. 5 ഇൻറ്റു 1 5 ആണ്, 5 -2 അല്ലേ, 5 - 2 എന്താണ് 3 ആണ് വരുന്നത്. റൈറ്റ് സൈഡ് കിട്ടിയല്ല, ഓക്കെ ആണല്ലോ. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷൻ 2x - y = 4, അവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 2 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ എന്താണ് 1, അടുത്ത -y -2 അല്ലേ, അന്നേരം +2 വന്നായി. ഓക്കെ, അന്നേരം 2 + 2 എന്താണ് 4 എന്ന് വന്നു. 4 അല്ലേ റൈറ്റ് സൈഡിൽ കിടക്കുന്നത്. അന്നേരം ലെഫ്റ്റ് സൈഡിലെ എക്സിനും വൈക്കും പകരം നിങ്ങൾ ഈ വാല്യൂ എക്സിൻ്റെയും വൈയുടെയും സൊല്യൂഷൻ എന്ന് പറഞ്ഞ് ഈ കിട്ടിയിരിക്കുന്ന സാധനം നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിനുമായിട്ട് ഈക്വൽ ആകണം. അങ്ങനെ ഈക്വൽ ആയാൽ നമുക്ക് വിളിക്കാം ആ വാല്യൂ ആണ് ആ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ. ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ ആ ഒരു 3 വേരിയബിൾ വരുന്ന കേസ് നോക്കുക. ഇതിൻ്റെ സൊല്യൂഷൻ x1 x2 x3 ഇതായി തന്നിരിക്കുന്നതാണ്. അത് സൊല്യൂഷൻ ആണ് എന്ന് എങ്ങനെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ ആയാൽ അതിൻ്റെ പ്രത്യേകത എന്താണ്, ഈ x1ൻ്റെയും x2ൻ്റെയും x3യുടെയും പ്ലേസിൽ ഈ തന്നിരിക്കുന്ന വാല്യൂ എത്ര ഇക്വേഷൻ ഉണ്ടോ ആ ഇക്വേഷനിലെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തുല്യമായി വരണം, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലുള്ള വാല്യൂ തന്നെ കിട്ടണം. എങ്കിൽ അതിനെ സൊല്യൂഷൻ എന്ന് വിളിക്കാം. നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. 4 ഇൻറ്റു ഫസ്റ്റ് വാല്യൂ എന്താണ് x1ൻ്റെത് 1 ആണ്, -x2ൻ്റെ വാല്യൂ എന്താണ് 2 ആണ്, +3 ഇൻറ്റു x3യുടെ വാല്യൂ എന്താണ് -1 ആണ്. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -1 എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ രണ്ടാമത്തെ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, -4 എന്ന് കിട്ടും. അതുകൊണ്ട് ഈ സാധനം നമുക്ക് സൊല്യൂഷൻ എന്ന് വിളിക്കാം. അന്നേരം സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ആ വാല്യൂസ് അൺനോൺസിൻ്റെ വാല്യൂസ് ഓരോ ഇക്വേഷനും ട്രൂ ആയിരിക്കും, ഓരോ ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുമെന്നുള്ളതാണ് പ്രത്യേകത. ഏതെങ്കിലും ഒരു ഇക്വേഷനെങ്കിലും സാറ്റിസ്ഫൈ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ആ എക്സിൻ്റെ വാല്യൂസിന് അല്ലെങ്കിൽ അൺനോൺസിൻ്റെ വാല്യൂസിന് നമുക്ക് ആ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയാൻ സാധിക്കുകയില്ല എന്നുള്ളതുകൂടി പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഈ സൊല്യൂഷൻസിനെയൊക്കെ നമുക്ക് ഇത്തരത്തിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞത് ഇതാണല്ലോ, ഈ എക്സാമ്പിൾ ഈ സിസ്റ്റം അതിൻ്റെ സൊല്യൂഷനാണ് 1 - 2. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം 1 - 2 എന്നുള്ളത്. കാര്യം ഇവിടെ അൺനോൺസ് എക്സും വൈയും അല്ലേ, ദാറ്റ് മീൻസ് ഇത് XY പ്ലെയിനിലെ സൊല്യൂഷൻ ആയിരിക്കും. ഈ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു XY പ്ലെയിനിലുള്ള പോയിൻ്റ് ആയിരിക്കും. അതാണ് 1 - 2 എന്ന് പറയുന്നത്. XY പ്ലെയിൻ അറിയാമല്ലോ, XY പ്ലെയിൻ അറിയാമല്ലോ, നിങ്ങൾ ഒരുപാട് വരച്ചിട്ടുള്ളതാണ്. XY പ്ലെയിൻ എക്സിൽ മാർക്ക് ചെയ്യുന്ന 1 2 3 ലെഫ്റ്റ് സൈഡിലോട്ട് -1 -2 -3. അതുപോലെ തന്നെ Y ആക്സിസിലും പോയിൻ്റ് മാർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, അതിൽ 1 - 2 എന്ന് പറയുന്ന പോയിൻ്റാണ് ഈ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, ഇവിടെ അടുത്ത സിസ്റ്റം നോക്കുക. ഇവിടെ 3 അൺനോൺസായി x1 x2 x3. ഓക്കെ, അതായത് നമ്മൾ XYZ 3 സ്പേസ് ഉണ്ടല്ലോ, XYZ അതിനവിടെ x1 x2 x3 തന്നിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, x1 x2 ആൻഡ് x3, അതായത് നമ്മൾ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന പോലെ. ഓക്കെ, ഈ 3 സ്പേസിലെ പോയിൻ്റാണ് ഇതിൻ്റെ സൊല്യൂഷൻ. അത് 1 2 -1 1 2 -1 ഇതാണ് ഈ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അന്നേരം സൊല്യൂഷൻസിനെ ഇങ്ങനെ നമുക്ക് ഈ സ്പേസുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് എഴുതാവുന്നതാണ്. അതുകൂടി നിങ്ങൾ ഒന്ന് ഈ അവസരത്തിൽ ഓർത്തിരിക്കുക. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The solution can be written as 1 - 2 and 1 2 -1. This notation allows us to interpret these solutions geometrically as points in 2-dimensional and 3-dimensional space. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. മോർ ജനറലി, അങ്ങനെ ജനറലായിട്ട് എ സൊല്യൂഷൻ x1 = s1, x2 = s2, എക്സെട്ര xn = sn. നമ്മൾ ജനറൽ ലീനിയർ സിസ്റ്റം പറഞ്ഞല്ലോ, m ഇക്വേഷൻസ് n അൺനോൺസ് ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന് x1 x2 എക്സെട്ര ഓരോന്നിനും വാല്യൂസ് ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ 2 അൺനോൺസ് ആയതുകൊണ്ട് തൊട്ടുമുമ്പ് പറഞ്ഞ ഇക്വേഷനിൽ x1നും ഒരു വാല്യൂ ഉണ്ടായിരിക്കും, x2നും ഒരു വാല്യൂ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എക്സിനും വൈക്കും ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ഇനി 3 അൺനോൺസ് x1 x2 x3 ഉണ്ടെന്നുണ്ടെങ്കിൽ x1ന് ഒരു വാല്യൂ ഉണ്ടായിരിക്കും, x2ന് ഒരു വാല്യൂ ഉണ്ടായിരിക്കും, x3ക്ക് ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ഇനി മൊത്തം n അൺനോൺസ് ഉണ്ടെങ്കിൽ x1 x2 എക്സെട്ര xn അല്ലേ അൺനോൺസ്, അന്നേരം x1ന് ഒരു വാല്യൂ ഉണ്ടായിരിക്കും, x2ന് ഒരു വാല്യൂ ഉണ്ടായിരിക്കും, എക്സെട്ര xnന് ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ വാല്യൂ എന്ന് പറയുന്നത് അപ്പം നമ്മൾ 2 വേരിയബിൾ ആണെങ്കിൽ അതിന്
2 സ്പേസിലാണ് മാർക്ക് ചെയ്യുന്നത്. 3 വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ 3 സ്പേസിലായിരിക്കും അതിൻ്റെ ആ സൊല്യൂഷൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ n സൊല്യൂഷൻസ് ആണെങ്കിൽ n അൺനോൺസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസ് ഇങ്ങനെ ആയിരിക്കുമല്ലോ മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ x1ൻ്റെ വാല്യൂ s1, x2ൻ്റെ വാല്യൂ s2, എക്സെട്ര xnൻ്റെ വാല്യൂ sn ആണെങ്കിൽ അതിനെ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം, s1, s2, എക്സെട്ര sn എന്ന് മാർക്ക് ചെയ്യാം. ഏതുപോലെ? ഈ പറഞ്ഞിരിക്കുന്ന പോലെ 1 - 2 എന്നും 1 2 - 1 എന്നും പറഞ്ഞിരിക്കുന്ന പോലെ 2 സ്പേസും 3 സ്പേസും പറഞ്ഞ പോലെ n സ്പേസിലായിരിക്കും ഈ പോയിൻ്റ് വരുന്നത്. ഈ പോയിൻ്റാണ് m ഇക്വേഷൻസ് ഉള്ള n അൺനോൺസ് ഉള്ള ആ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ ഈ ഫോമിലായിരിക്കും വരുന്നത്. ക്ലിയർ ആണല്ലോ? അന്നേരം ഇവയ്ക്കൊക്കെ ഓരോ പേരുകൾ പറയും. ഇപ്പം ഈ n സ്പേസിലെ ഈ സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ഉണ്ടല്ലോ, നമ്മൾ 2 ബ്രാക്കറ്റ് ഇട്ട് എഴുതുമല്ലോ. ഓക്കെ, s1 s2 എക്സെട്ര xn എന്ന് പറഞ്ഞ് അതിനെയാണ് ഓർഡേർഡ് n ടപ്പിൾ എന്ന് വിളിക്കും. ഓർഡേർഡ് n ടപ്പിൾ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ 2 എണ്ണം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വിളിക്കുന്നത്? 2 എണ്ണം 1 - 2 നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ 1 - 2. ഓക്കെ, അതായത് ദാറ്റ് മീൻസ് s1 s2 എന്നുള്ള ഫോം. ഓക്കെ, അതിനെയാണ്, അതായത് n 2 ആയി കഴിഞ്ഞാൽ, അതായത് 2 എണ്ണം ഉള്ളത് 2 സ്പേസിലാണെങ്കിൽ നമുക്കതിനെ ഓർഡേർഡ് പെയർ എന്ന് വിളിക്കാം. അതെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഇനി n 3 ആണെങ്കിൽ, ഇപ്പം നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ 1 - 2 - 1 അങ്ങനെ കണ്ടല്ലേ, എന്തോ ആയിക്കോട്ടെ, അതാണ് s1 s2 s3. അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഓർഡേർഡ് ട്രിപ്പിൾ അല്ലെങ്കിൽ ഓർഡേർഡ് ട്രിപ്ലെറ്റ് എന്നും വിളിക്കാം. ക്ലിയർ ആണല്ലോ? ഇതുപോലെയാണ് n കേസ് വന്നു കഴിഞ്ഞാൽ, അതാണ് തൊട്ട് മുമ്പ് പറഞ്ഞത്. s1 s2 എക്സെട്ര sn ആണെങ്കിൽ അതിനെ ഓർഡേർഡ് n ടപ്പിൾ എന്ന് വിളിക്കാം. ഓക്കെ, ഇതാണ് സൊല്യൂഷൻസിൻ്റെ നേച്ചറും ആ സൊല്യൂഷൻസിന് വിളിക്കുന്ന ഓരോ സ്പേസിനനുസരിച്ചുള്ള അതിൻ്റെ പേരും ഇതൊക്കെയാണ്. ഇതുകൂടി ഒന്ന് ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അന്നേരം നമ്മളിന്ന് പഠിച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന്, എന്താണ് ലീനിയർ ഇക്വേഷൻ, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിച്ചു. അതുപോലെ തന്നെ എന്താണ് ലീനിയർ സിസ്റ്റം, ആ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു. ആ സൊല്യൂഷൻസ് ഓരോ സ്പേസിൽ എന്താണെന്ന് പറഞ്ഞു. ആ സ്പേസിൽ വരുന്ന ഓരോന്നിനെയും നമ്മൾ ഏത് പേരുപയോഗിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. ഓർഡേർഡ് പെയർ, ഓർഡേർഡ് ട്രിപ്ലെറ്റ്, n കേസ് ആണെങ്കിൽ n ടപ്പിൾ എന്നുള്ള പേരിൽ നമുക്ക് വിളിക്കാമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അന്നേരം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിൻ്റെ തന്നെ കൂടുതൽ കാര്യങ്ങളായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ലീനിയർ സിസ്റ്റത്തിൻ്റെ തന്നെ 2 വേരിയബിളിൻ്റെയും 3 വേരിയബിളിൻ്റെയും ലീനിയർ സിസ്റ്റത്തിന് ജോമെട്രിക്കൽ മീനിങ് ഉണ്ട്. ജോമെട്രിക്കൽ മീനിങ് എന്താണെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളുമാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തൽക്കാലം ഇത്ര നിൽക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ. താങ്ക് യു.